ഹോണറിന്റെ പുതിയ രണ്ട് ഫോണുകൾ കൂടി ഇപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്നു. ഹോണർ 200 പ്രോയും അതുപോലെ ഹോണർ 200ഉം. അതിലെ ഹോണർ 200 പ്രോ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയുടെ പരിശോധിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഒരു ബോക്സ് അൺബോക്സ് ചെയ്യാം. ബോക്സ് ഓപ്പൺ ആയിട്ടാണ് നമുക്ക് വന്നത്. ഇവിടെ ഹോണർ 200 പ്രോ എന്നെല്ലാം സൈഡിലെല്ലാം എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വരാം. ഇതിനകത്ത് വേറെ ഉള്ളത് സിം ഇജക്ടർ പിൻ, അതുപോലെ ഇതിന്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്, യൂസർ മാനുവൽ വാറന്റി കാർഡ് ഇൻഫർമേഷൻ, ചാർജിങ്ങിനുള്ള കേബിൾ. അതൊന്ന് പറയുന്നത് A to C ചാർജിങ് കേബിൾ ആണ് നൽകിയിരിക്കുന്നത്. ചാർജർ വന്നിട്ട് ഇത്തരത്തിൽ ഒരു 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത്. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിന്റെ ഡിസ്പ്ലേ തന്നെ നമ്മൾ നോക്കി ആ ഒരു ഏരിയ ഉണ്ടല്ലോ, ഫുള്ളി കാർവ്ഡ്. അത് ഹോണറിന്റെ ഈ അടുത്തിടെ വന്ന പല ഫോണുകളിലും ഇത്തരത്തിലാണ് ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള 4 സൈഡുകളും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ. ആപ്പിൾ വാച്ചിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഇവിടെയും കർവ്, ഇവിടെയും കർവ്, പിന്നെ 2 സൈഡ് സാധാരണ കർവ്ഡ് ഡിസ്പ്ലേയിൽ വരുന്ന പോലെ 4 സൈഡും കർവ്ഡ് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോൺ എന്നുള്ളതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ്. ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു ചെറിയ ഡ്യുവൽ ടോണിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. സാധാരണ ഇപ്പോൾ കണ്ടുവരുന്ന പല ഫോണുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ. ബാക്കിൽ മൊത്തത്തിൽ 3 ക്യാമറകളും LED ഫ്ലാഷ് ലൈറ്റും കൊണ്ട് ഹോണർ എന്ന് എഴുതിയിട്ടുണ്ട്. സ്മൂത്ത് ആണ് ഇതിന്റെ ബാക്ക്. അതുപോലെ ഈ ഒരു ബാക്ക് പാനലും ഇത്തരത്തിൽ കർവ്ഡ് ആയിട്ടാണ് സൈഡിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോൺ വളരെ തിന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇതിന്റെ തിക്നെസ് വന്നിട്ട് 8.2 മില്ലിമീറ്റർ മാത്രമാണ്. അതുപോലെ വെയിറ്റ് 199 ഗ്രാമേ ഉള്ളൂ. അണ്ടർ 200 അവർ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. മുകളിൽ ഇതുപോലെ നമുക്ക് സ്പീക്കർ ഗ്രില്ല്, അതുപോലെ IR ബ്ലാസ്റ്ററും സെക്കൻഡറി മൈക്കും നമുക്ക് കാണാം. വല സൈഡിലാണ് വോളിയം റോക്കേഴ്സ് പവർ ബട്ടൺ, താഴെ USB Type-C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, സിം ട്രേ തുടങ്ങിയ കാണാം. ഇടത് സൈഡിൽ കാര്യമായിട്ടൊന്നും തന്നെ നൽകിയിട്ടില്ല. നമുക്ക് ഇതിന്റെ ഒരു സിം ട്രേ ഏത് ടൈപ്പ് ആണെന്ന് കൂടി നോക്കാം. ഞാൻ ഡ്യുവൽ നാനോ സിം ട്രേ ആണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, ഡ്യുവൽ നാനോ. അതായത് നമുക്ക് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇടാൻ സാധിക്കാത്ത തരത്തിൽ ഒരുമിച്ച് 2 നാനോ സിം കാർഡുകൾ മാത്രമാണ് ഇടാൻ സാധിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ ആണ് നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഈ പറഞ്ഞ ഒരു ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേ മാത്രമല്ല, കണ്ണിന് വളരെ ആയാസം ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ഡിസ്പ്ലേ ആണ്. ഹോണർ ഇന്ത്യയിൽ തിരിച്ചു വന്നപ്പോൾ അവരുടെ ഡിസ്പ്ലേക്കായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഇതിനകത്ത് RIUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. കണ്ണിന് ബ്ലൂ ലൈറ്റ് എമിഷൻ കുറവാണ്. എസ്പെഷ്യലി ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഫ്ലിക്കറിംഗ് വളരെ കുറവാണ്. നമ്മൾ ലോ ലൈറ്റിലേക്ക് ഉപയോഗിച്ചാലും വളരെ കുറച്ച് ഫ്ലിക്കറിംഗ് ഇതിനകത്ത് സംഭവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഐ സ്ട്രെയിൻ വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു ഫോണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് ഉണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്. എടുത്തു പറയേണ്ട കാര്യം 3840 ഹെഡ്സിന്റെ PWM ഡിമ്മിങ്, അതായത് ഈ ഒരു ലോ ലൈറ്റിലുള്ള ഫ്ലിക്കറിംഗ് വളരെ കുറവാണ് ഈ ഒരു ഫോൺ എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ കെയർ ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഉദാഹരണത്തിന് ഒയാസിസ് ഐ പ്രൊട്ടക്ഷൻ, അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സിർക്കാഡിയൻ നൈറ്റ് ഡിസ്പ്ലേ അത് എനേബിൾ ചെയ്യാം. അതുപോലെ ഐ കംഫർട്ട് ഏതൊക്കെ ടൈം മുതൽ ഏതൊക്കെ ടൈം വരെ എന്നുള്ളത്, അല്ലെങ്കിൽ ഓൾ ഡേ നമുക്ക് എനേബിൾ ചെയ്യാം. ഡൈനാമിക് ഡിമ്മിങ് ഓപ്ഷൻ, അതുപോലെ 3840 അൾട്രാ ഹൈ ഫ്രീക്വൻസി PWM ഡിമ്മിങ്, ഇങ്ങനെ ഐ കെയറുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഫീച്ചറുകൾ ഇതിന്റെ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അത്രയും കണ്ണിന് ആയാസം കുറയ്ക്കുന്ന ഒരു ഫോണാണ് ഇതെന്ന് പറയാം. അപ്പോൾ ഒരു ദിവസം നമ്മൾ മണിക്കൂറുകളോളം സ്മാർട്ട് ഫോണിൽ ചിലവിടുന്നവർക്ക് കണ്ണടിച്ചു പോകാതിരിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ഫോൺ എന്ന നിലയിൽ ഹോണർ 200 പ്രോ യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. നമുക്ക് 4000 നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അടുത്തായിട്ട് ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഈ ഒരു ഫോണിന് കരുത്ത് പകരുന്നത്. അതായത് ഇതിന്റെ ANTUTU സ്കോർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 8s Gen 3 ഏകദേശം 16.5 ലക്ഷം ANTUTU സ്കോർ ഉള്ള ഒരു പ്രോസസറാണ്. അതുപോലെ തന്നെ 12GB റാമും 512GB ഇന്റർണൽ സ്റ്റോറേജുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരുന്നത്. ഈ ഒരു ഫോണിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് എക്സ്ട്രീം പ്ലസ്, അതായത് 90 FPS ഗെയിം പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ലാഗോ ഇഷ്യൂസ് ഒന്നുമില്ല. TDMI മാത്രമല്ല, ക്ലാസിക്കലായാലും BGMIയുടെ ഏതൊരു ഗെയിമിംഗ് മോഡിലായാലും ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിനൊത്ത ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് അല്ലെങ്കിലും മോശമല്ലാത്ത തരത്തിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത്. അതുപോലെ ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 5200 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കരുത്ത് പകരുന്നത്. സാധാരണ ലിഥിയം അയോൺ ബാറ്ററിയിൽ നിന്ന് വ്യത്യസ്തമായി സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഹോണർ 200 പ്രോയെ ഇന്ന് വരെ നമ്മൾ പരിചയപ്പെട്ട മറ്റേതൊരു ഫോണിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. മാത്രമല്ല 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും 66 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും എല്ലാം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട് ഹോണർ. റിവേഴ്സ് ചാർജിങ്ങും നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് C-to-C കേബിൾ എടുത്തുകൊണ്ട് പവർ ബാങ്ക് കണക്ക് യൂസ് ചെയ്തുകൊണ്ട് വേണമെങ്കിലും ചാർജ് ചെയ്യാനാകും. കൂടാതെ വയർലെസ് റിവേഴ്സ് ചാർജിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് ഈ ഒരു ഫോണിന്റെ പുറത്ത് വയർലെസ് ചാർജിംഗ് സപ്പോർട്ടുള്ള ഏതെങ്കിലും ഫോണുകൾ ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു ഫോൺ ചാർജ് ചെയ്യാനും സാധിക്കും. ക്യാമറ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൽഫി ക്യാമറ ഉൾപ്പെടെ മൊത്തത്തിൽ 4 ക്യാമറകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്നത്. ആ ഒരു 4 ക്യാമറകളിൽ 3 ക്യാമറകളും 50 മെഗാ പിക്സലിന്റേതാണ്. അതായത്
50 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ, അതുപോലെ 50 മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ സെൻസർ, അതുപോലെ 50 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസർ എന്നിങ്ങനെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. അത് കൂടാതെയുള്ള ഏക ക്യാമറ എന്ന് പറയുന്നത് 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ സെൻസറുമാണ്. നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം 4K 30 FPS സപ്പോർട്ടുള്ള വീഡിയോകൾ ഷൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 4K 30 FPS നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. കൂടാതെ സെൽഫി ക്യാമറയിലും നമുക്ക് ഇത്തരത്തിൽ 4K റെസൊല്യൂഷൻ സപ്പോർട്ട്, അതും 30 FPS 4K റെസൊല്യൂഷൻ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ പറഞ്ഞ പോലെ ഒരു വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം. ബാക്ക് ക്യാമറയ്ക്കും അതുപോലെ സെൽഫി ക്യാമറയ്ക്കും എല്ലാം ഈ പറഞ്ഞ 4K റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈവൻ 3x ടെലിഫോട്ടോ സെൻസറിൽ പോലും ഇത്തരത്തിൽ 4K 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോണിന്റെ എല്ലാ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 4K റെസൊല്യൂഷൻ സപ്പോർട്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നുള്ളത് പ്രത്യേകതയാണ്. മാത്രമല്ല നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വൈഡ് ആംഗിളിലേക്കും അതുപോലെ 10x വരെയും സൂം ചെയ്ത് ഇങ്ങനെ സ്വിച്ചിങ് സാധ്യമാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ സെൽഫി ക്യാമറയിലേക്കും ബാക്ക് ക്യാമറയിലേക്കും എല്ലാം നമുക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കും. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെ ഇൻകൺസിസ്റ്റന്റ് ആണ് ഇതിന്റെ പെർഫോമൻസ് എന്ന് കാണാൻ സാധിക്കും. അതായത് ചില ഫോട്ടോകൾ അടിപൊളിയാണ്, എന്നാൽ ചില ഫോട്ടോകൾ ഒട്ടും നല്ലതല്ല. ലൈറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഫോട്ടോകൾ മാറി മറിഞ്ഞാണ് വരുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കാണുന്ന ഫോട്ടോ അതിമനോഹരമായിട്ട് നമുക്ക് കിട്ടി, എന്നാൽ മറ്റ് പല ഫോട്ടോകളും അത്രയും ബെറ്റർ ഒന്നും ആവുന്നില്ല. ജസ്റ്റ് പോയിന്റ് ആൻഡ് ഷൂട്ട് രീതിയിൽ ക്ലിക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ ഫോക്കസ് ചിലതിൽ മിസ്സാവുന്നതായിട്ട് കാണുന്നുണ്ട്, ചിലത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. എന്തിനായാലും ഈ പറഞ്ഞ പോലെ ഒരു കൺസിസ്റ്റൻസി ക്യാമറ കീപ്പ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ഫോട്ടോകളും അതോടൊപ്പം വളരെ മോശമായ ഫോട്ടോകളുമാണ് പലപ്പോഴും വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, ഹ്യൂമൻ ഫോട്ടോകൾ എടുക്കുമ്പോൾ മുഖമൊക്കെ കുറച്ച് ബ്ലീച്ച് ആവുന്ന രീതിയിൽ ആ സ്കിൻ ടോൺ ഒന്നും കറക്റ്റ് ആവുന്നതായി കാണുന്നില്ല ചില ഫോട്ടോകളിലെങ്കിലും. അതുപോലെ നമ്മൾ ടെലിഫോട്ടോ ഉപയോഗിച്ച് എടുക്കുന്ന ഫോട്ടോകൾ നന്നാവുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നല്ല ബോക്കെയൊക്കെ നാച്ചുറൽ ബോക്കെ എഫക്റ്റ് തന്നെ കിട്ടുന്നുണ്ട്. വൈഡ് ആംഗിളും വലിയ തിരക്കേടൊന്നും പറയാനില്ല. അതുപോലെ നമ്മൾ സെൽഫിയിലേക്ക് വരുമ്പോൾ സെൽഫിയും അത്ര ബെറ്റർ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ ബാക്ക് ക്യാമറ ഈ പറഞ്ഞ പോലെ ചില ഫോട്ടോകൾ അതിമനോഹരമാണ്, ചിലത് അത്ര പെർഫെക്റ്റ് ആകുന്നുമില്ല. വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വീഡിയോ ഈ പറഞ്ഞ പോലെ ലൈറ്റിംഗ് കണ്ടീഷൻ അനുസരിച്ച് വീഡിയോയുടെ റിസൾട്ട് ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. ഇതിനകത്ത് എടുത്ത സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്, ഇൻഡോർ കണ്ടീഷനിലാണ് ഇത് കൂടുതൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് കാണുന്നത്. പലപ്പോഴും ലൈറ്റ് കൂടുതലാവുമ്പോൾ ആ ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ ഇതിന്റെ ക്യാമറയ്ക്ക് അങ്ങനെ സാധിക്കുന്നില്ല. ഔട്ട്ഡോറിൽ വീഡിയോകൾ തരക്കേടില്ലാത്ത രീതിയിലാണ് ഇതുപോലെ ലഭിക്കുന്നത്. ഇതിന്റെ ഒരു സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോണറിന്റെ സ്വന്തം യൂസർ ഇന്റർഫേസ് ആയിട്ടുള്ള മാജിക് OS 8 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 14 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. കുറച്ച് ബ്ലോട്ട് വേസുകളൊക്കെ ഈ ഒരു ഫോണിനകത്ത് കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ബുക്കിംഗ് എന്ന് പറയുന്ന ആപ്പ്, അതുപോലെ ഫേസ്ബുക്ക്, നെറ്റ്ഫ്ലിക്സ് കുറച്ച് പ്രീമിയം ആപ്ലിക്കേഷൻസ് ആണ്. എന്നിരുന്നാലും ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുന്ന ടിക്ടോക്ക് വരെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. അത് ഒരു പക്ഷേ റിവ്യൂണ്ടിൽ മാത്രം വന്നതാണോ എന്ന് അറിയത്തില്ല, നിങ്ങൾ വാങ്ങുമ്പോൾ അതുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അതുപോലെ trip.com, WPS ഓഫീസ് ഇങ്ങനെ കുറച്ച് ആപ്ലിക്കേഷൻസ് എന്തായാലും ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾ ആയിട്ട് കാണുന്നുണ്ട്. നല്ല വോളിയം, എസ്പെഷ്യലി ഈ ഒരു ഫോണിന്റെ സ്പീക്കറുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ സ്പീക്കറുകളാണ്. സാധാരണ സ്റ്റീരിയോ സ്പീക്കറിൽ ഹൈ ക്വാളിറ്റിയിൽ വരുന്ന സൗണ്ടുകൾ വരുന്ന ഫോണുകളിൽ ഇത്രയും വോളിയം കേൾക്കാറില്ല. ഹോണർ തന്നെ പറയുന്നത് ഇതിനകത്ത് 200% ആണ് ഇതിന്റെ മാക്സിമം വോളിയം സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. നല്ല വോളിയം, ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നിന്നൊക്കെ കേൾക്കുന്ന അത്രയും സൗണ്ട് ഉണ്ട്. ഞാൻ ഇതിന്റെ സൗണ്ടിൽ നല്ല ഇംപ്രസ്ഡ് ആണ്. നല്ല ക്വാളിറ്റിയും നല്ല സ്റ്റീരിയോ, നല്ല വോളിയം. ബ്ലൂടൂത്ത് വെർഷൻ 5.3 ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് NFC സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. ബ്ലാക്ക്, ഓഷ്യൻ സിയാൻ എന്നീ 2 നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തിയത് ഓഷ്യൻ സിയാൻ എന്ന് പറയുന്ന കളർ വേരിയന്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസിങ് അത് സത്യം പറയാൻ എനിക്ക് അറിയത്തില്ല. ഹോണർ കഴിഞ്ഞ ഇതിന് മുമ്പ് പുറത്തിറക്കിയ പല ഫോണുകളിലും സാധാരണ ആ ഒരു സ്പെസിഫിക്കേഷൻ വൈസുമായിട്ട് നോക്കുമ്പോൾ കുറച്ച് പ്രൈസ് കൂടുതലായിട്ട് കണ്ടിരുന്നു. പിന്നീട് മാസങ്ങൾക്ക് ശേഷം അവർ ഭയങ്കരമായിട്ട് പ്രൈസ് ഡ്രോപ്പ് ചെയ്യുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോൺ അങ്ങനെ വരാനാണ് ഞാൻ കാണുന്ന ഒരു സാധ്യത. പ്രൈസ് കൂട്ടി ലോഞ്ച് ചെയ്യും, പിന്നെ കുറയ്ക്കാനായിരിക്കും സാധ്യത. എന്തായാലും ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഇതിന്റെ വില അറിയാൻ സാധിക്കും.